കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസിൽ ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പ് പറഞ്ഞു വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എ.പി.എ. മുഹമ്മദ് ഹനീഷ്. ഉത്തരവുകൾ മനസ്സിലാവുന്നതിൽ പരാജയപ്പെട്ടെന്നാണ് വിശദീകരണം. എ.പി.എ. മുഹമ്മദ് ഹനീഷ് ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരായിരുന്നു. വിഷ്ണു സുരേഷ് വിവരങ്ങൾ വെച്ചിരുന്നു. വിഷ്ണു, ഉത്തരവുകൾ വായിച്ചു മനസ്സിലാവുന്നതിൽ പരാജയപ്പെട്ടു എന്ന വാദം കോടതിയിൽ നിലനിൽക്കുന്ന വാദമാണോ? മാപ്പ് പറഞ്ഞ നല്ല കാര്യം. വിഷ്ണു, പക്ഷേ അത് കോടതി ചോദിച്ചതാണ്. അതായത് ജസ്റ്റിസ് എ ബദറുദ്ദീൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുഹമ്മദ് ഹനീഷിനെതിരെ തുടർച്ചയായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ആ വിമർശനത്തിന്റെ ഘട്ടം ഒരു പടി കൂടി കടന്നിരുന്നു. നിങ്ങളുടെ തന്ത്രങ്ങളൊന്നും കോടതിയോട് വേണ്ടെന്നും ഇനിയും നിങ്ങൾ ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് നിയമ നടപടിയിലേക്ക് പോകുമെന്ന് വരെ ജസ്റ്റിസ് എ ബദറുദ്ദീൻ പറഞ്ഞിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് കൃത്യം 10:10 കൂടി തന്നെ കോടതിയിൽ ഹാജരായത്. ഹർജി പരിഗണിച്ച ഘട്ടത്തിലാണ് കോടതിയുടെ ഉത്തരവുകളൊന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എന്ന് ചോദിച്ചു. അതോടൊപ്പം തന്നെ ആ ഉത്തരവുകൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു. അതിനു പിന്നാലെയാണ് താൻ ഈ സ്ഥാനമൊഴിഞ്ഞെന്നും നിരുപാധികം മാപ്പ് അപേക്ഷിക്കുന്നു എന്ന കാര്യവും മുഹമ്മദ് ഹനീഷ് കോടതിയെ അറിയിച്ചത്. 2-ാം തീയതി ഹർജി വീണ്ടും പരിഗണിക്കും. അന്നായിരിക്കും മുഹമ്മദ് ഹനീഷിന്റെ ഈ മാപ്പപേക്ഷ കൃത്യമായി തന്നെ പരിഗണിക്കപ്പെടുക. ഒപ്പം ഈ പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നതിൽ ഇനിയിപ്പോൾ അധികം വെച്ച് താമസിക്കാൻ പറ്റില്ല എന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുതിയ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കക്ഷി ചേർത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ പ്രോസിക്യൂഷൻ അനുമതി നൽകുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അറിയിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നേരത്തെ കഴിഞ്ഞ സർക്കാർ 3 തവണ കോടതി ആവശ്യപ്പെട്ടപ്പോഴും ഇതിൽ തെളിവില്ല, ഇതിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാനാവില്ല എന്ന അഫിഡവിറ്റാണ് നൽകിയത്. അതിന് പിന്നാലെയാണ് കോടതിയലക്ഷ്യ നടപടിയിലേക്ക് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ച് പോവുകയും ചെയ്തത്. പക്ഷേ അതിന് വിഭിന്നമായി ഒരു നടപടി ഇപ്പോൾ ഈ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് രാവിലെ പുറത്ത് വാർത്തകൾ വന്നിരുന്നു. ആ പ്രോസിക്യൂഷൻ അനുമതി ആർ ചന്ദ്രശേഖരനെതിരെയും അതോടൊപ്പം കെ എ രതീഷിനെതിരെ പ്രോസിക്യൂഷൻ അനുമതി നൽകുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതിനിപ്പോൾ അടുത്ത ദിവസങ്ങൾ കോടതിയെ അറിയിക്കും. അതോടുകൂടി ഈ കേസിന്റെ അടുത്ത നടപടിയിലേക്ക് CBIയുടെ വിചാരണ നടപടിയിലേക്ക് ദീർഘനാളായി പ്രോസിക്യൂഷൻ അനുമതി ഈ കേസിൽ ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല. NDUC എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ട്രേഡ് യൂണിയൻ ആണെന്ന് പറഞ്ഞാൽ പോലും കഴിഞ്ഞ 10 വർഷം ഭരിച്ച ഇടത് സർക്കാരാണ്. എന്നിട്ട് പോലും ആ പ്രോസിക്യൂഷൻ അനുമതിയിലേക്ക് പോയിരുന്നില്ല. പക്ഷേ ഇത്തവണ അത് കാര്യം മാറുകയാണ്. പ്രോസിക്യൂഷൻ അനുമതിയിലേക്കും കേസിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണെന്ന് തോന്നുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.